മാർഗദർശക് മണ്ഡലിന്റെ നേതൃത്വത്തിൽ സന്യാസിമാർ നയിക്കുന്ന ധർമ്മ സന്ദേശ യാത്രയുടെ ഭാഗമായുള്ള ശ്രീരാമ പാതുക രഥപ്രയാണത്തിന് ശ്രീകൃഷ്ണപുരം ഏരിയയിൽ സ്വീകരണം നൽകി. പ്രയാണം രാവിലെ കരിമ്പുഴ കോട്ടപ്പുറം തിരുവളയനാട് ക്ഷേത്രത്തിൽ സന്യാസിമാരെ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. തുടർന്ന് മണ്ണമ്പറ്റ പൂഴിയാപ്പറമ്പ് ക്ഷേത്രം, കടമ്പഴിപ്പുറം മേലെ തൃക്കോവിൽ ശ്രീരാമസ്വാമി ക്ഷേത്രം, ശ്രീകൃഷ്ണപുരം ശരവണഭവ മഠം, തുടർന്ന് 3 മണിക്ക് പുഞ്ചപ്പാടം കോടറമണ്ണ മഹാവിഷ്ണു ക്ഷേത്രം, പൂക്കോട്ടുകാവ് കാളികാവ് ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിൽ സ്വീകരണവും 11ലധികം ക്ഷേത്രങ്ങളിൽ എത്തിച്ചേർന്ന പാതുക പ്രയാണത്തിന് വൻ ഭക്തജന സാന്നിധ്യവും പൗരസ്വീകരണവും ഉണ്ടായിരുന്നു. സന്യാസിമാരുടെ നേതൃത്വത്തിൽ അനുഗ്രഹ പ്രഭാഷണവും നടന്നു. നമ്മുടെ കുടുംബങ്ങളിൽ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് അതിനെ പ്രതിയാണ് പേടി. ശരി, ഇന്ന് നമുക്ക് പേടി അതിനെ കുറിച്ച് ജോലി എങ്ങനെയെങ്കിലും അവൻ ഉണ്ടാക്കും. പക്ഷേ ആ സംസ്കാരം അതിന്റെ ദോഷവശം എന്താണ്? നമ്മുടെ സംസ്കാരത്തിനോടും നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളോടും പുച്ഛം തോന്നുന്ന ഒരു സമൂഹത്തെയാണ് നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നത്. അതേ സമയത്ത് ലോകത്തിൽ നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഫാസ്റ്റായിട്ട് ഏറ്റവും കൂടുതൽ വേഗതയിൽ വളർന്നു വരുന്ന ഒരു മതവിഭാഗം കൂടിയാണ് ഹിന്ദുയിസം. വൈകിട്ട് നടന്ന യാത്രയുടെ സമാപനം പരിയാനപ്പറ്റ ക്ഷേത്ര പരിസരത്ത് സർഗമണ്ഡപത്തിൽ നടന്നു. സമാപന പരിപാടിയുടെ ഉദ്ഘാടനം മഞ്ഞപ്ര രാമകൃഷ്ണാശ്രമം മഠാധിപതി സ്വാമി പൂർണ്ണാനന്ദ തീർത്ഥപാദർ നിർവഹിച്ചു. മണ്ണമ്പറ്റ നിത്യാനന്ദാശ്രമം മഠാധിപതി മാതാ സത്യപ്രിയാനന്ദ സരസ്വതി, സ്വാമി കൃഷ്ണാനന്ദ, VK അപ്പുകുട്ടി, കലാമണ്ഡലം രാമൻകുട്ടി, ശ്രീരാമനുണ്ണി, പരിയാനപ്പറ്റ സാംസ്കാരിക വേദി ഭാരവാഹികൾ, ധർമ്മ സന്ദേശയാത്ര ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി.